السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن سعد بن أبي وقاص رضي الله عنه قال قال رسول الله صلى الله عليه وسلم دعوة ذي النون إذا دعا فهو في بطن الحوت لا إله إلا أنت سبحانك إني كنت من الظالمين فإنه لم يدع بها رجل مسلم في شيء قط إلا استجاب الله له رواه الترمذي. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മനുഷ്യന്റെ ഒരു സാധാരണ മിഥ്യാധാരണയാണ് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ട്രാക്കിൽ കൂടി സ്മൂത്തായിട്ട് അങ്ങനെ തന്നെ പോകും മരണം വരെ. ഒരു പ്രയാസമല്ല. കാശിന് കാശ്, മാസം 1-ാം തീയതി ആകുമ്പോൾ അത്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു, ആരോഗ്യസ്ഥിതിക്കും വലിയ പ്രശ്നമൊന്നുമില്ല, മറ്റ് ദുന്യവിയായിട്ട് ആരെ കൊണ്ടൊന്നും പറയിപ്പിക്കുന്നൊന്നുമില്ല എന്നൊരു ധാരണ പലപ്പോഴും വെച്ചു പുലർത്തുന്നവരാണ് നമ്മളിൽ ബഹുഭൂരിഭാഗം ആളുകൾ. അതൊരു മിഥ്യാധാരണയാണ്. എപ്പോഴാണ് ഒരു കെട്ടിടത്തിന്റെ വക്കിൽ നിന്ന് താഴേക്ക് വീഴുന്നത്, ഇതുപോലെയായിരിക്കും മനുഷ്യനെ കുടിസതകൾ വലിഞ്ഞു മുറുകുക. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 21-ാം അധ്യായം സൂറത്ത് അംബിയായിലെ 87-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് അങ്ങനെ ആകരുത് എന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു. വലാ തകുൻ കസ്വാഹിബിൽ ഹൂത്ത്, നീ ആ മീൻകാരനെ പോലെ ആകരുത്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഉദ്ദേശിക്കുന്നത്. ദന്നൂൻ എന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്? ജീവിതത്തിൽ ഇങ്ങനെ അധികം സഹിക്കാനും ക്ഷമിക്കാനും പറ്റാവുന്നതിന്റെ അപ്പുറത്തൊക്കെ ആയപ്പോൾ അള്ളാഹു തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ഇട്ടെറിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പാട്ടിന് പോകാൻ തീരുമാനിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിങ്ങനെ എടുത്ത് പറയാ, വദന്നൂനി ഇദ് ദഹബ മുവാദിബൻ. ആ മീൻകാരനല്ലേ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം ഗളുബ് പിടിച്ചിട്ട് അങ്ങനെ പോയി. ഫളന്ന, അദ്ദേഹം വിചാരിക്കുകയും ചെയ്തു, അല്ലൻ നഖദിറ അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുടിസതയൊന്നും ഉണ്ടാക്കുകയില്ല എന്ന് അദ്ദേഹം കരുതി. ആ ധാരണ തെറ്റി. പിന്നീട് അദ്ദേഹത്തിന്റെ സംഭവം നമുക്കൊക്കെ അറിയാലോ. ആ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആ ദന്നൂനിന്റെ ദുആ ഉണ്ടല്ലോ, അത് ആരെങ്കിലും കടമെടുത്തിട്ട് ദുആ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം മീനിന്റെ വയറ്റിനകത്ത് അകപ്പെട്ട സന്ദർഭത്തിൽ, നമ്മളൊരു വീടിനകത്ത് ലോക്ക് കുടുങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു ലിഫ്റ്റിന്റെ ഉള്ളിൽ അതൊന്ന് നടക്കാതെ ഇരുന്നാൽ എന്തായാലും അവസ്ഥ? കാറിന്റെ ഡോറ് അടഞ്ഞു പോയി, പുറത്താണ് നമ്മളുള്ളത്, ചാവി പെട്ടെന്ന് ലോക്കായി, എന്നാലും എന്തായിരിക്കും അവസ്ഥ? ഇതങ്ങനെയല്ല, അതിനേക്കാളൊക്കെ സങ്കീർണം. ഭൂമിയിൽ നിന്ന് വെള്ളത്തിലേക്കും വെള്ളത്തിൽ നിന്ന് മീനിന്റെ വയറിലേക്കും എത്തിപ്പെടുന്ന ഒരവസ്ഥ. ഇനി ഒരു പഴുതുമില്ല എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരും ഇല്ല, ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു എന്ന് പറയുകയും എന്നിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് തേടുകയും ചെയ്താൽ ഏതൊരു വിഷയത്തിലായിരിക്കട്ടെ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകാതിരിക്കുകയില്ല. ഉത്തരം കിട്ടാനുള്ള ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടത് യൂനുസ് നബി അലൈഹി സ്വലാമയുടെ പദപ്രയോഗങ്ങളായ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ഞാൻ അങ്ങേയറ്റം പ്രയാസത്തിൽ അകപ്പെട്ടിട്ടുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തിപരമായി, കുടുംബപരമായി, സാമൂഹികമായി, ശാരീരികവും സാമ്പത്തികവും മാനസികവുമായി എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും കെട്ടുബന്ധങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അയവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് സമാധാനപ്പെടുന്ന, മനസ്സിന് സമാധാനം നൽകുന്ന അവസ്ഥയിൽ എത്തിച്ചേരാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രവാചകന്മാരുടെ, അമ്പിയാക്കളുടെ, മുർസലുകളുടെ പ്രാർത്ഥനകൾ തിരഞ്ഞെടുത്ത് അവ കൊണ്ട് പ്രാർത്ഥിക്കുവാനും അതുവഴി അതിന് ഇജാബത്ത് നേടിയെടുക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മാനുഷികമായി വന്നു പോകുന്ന ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാത്തതും
പാപകരവുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്യവും രോഗവുമായി കഴിഞ്ഞുകൂടുന്നവർ, രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രായത്തിന്റെ അവശതയും ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും മരണം വരെയും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉള്ളവരായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി തഖ്വയായി കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന വിഷമങ്ങളും ബേജാറും വേദനയും മാറ്റിവെച്ച് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞു പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖയ്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഹലാലായി സമ്പാദിക്കാനും ഹറാമിൽ നിന്ന് മാറി നിൽക്കാനുമുള്ള തൗഫീഖും തഖ്വയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നമ്മുടെ സഹോദരങ്ങളുടെ നല്ല മുറാദുകൾ എത്രയും പെട്ടെന്ന് അല്ലാഹു ഹഹ്സിലേക്ക് കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.